എന്തുകൊണ്ട് കണക്ക് തിരഞ്ഞെടുത്തു? തീർച്ചയായിട്ടും അതിനൊരു വലിയൊരു കഥ പോലെ പറയേണ്ടി വരുന്ന ഒരു കാര്യം. വിദ്യാർത്ഥിനി എന്നുള്ള നിലയിൽ ആര്യയ്ക്ക് എന്തറിയാം, ആര്യയ്ക്ക് എവിടെയൊക്കെയാണ് കണക്കിൽ തെറ്റുപറ്റാറ്, തെറ്റായ തീരുമാനങ്ങൾ ഞാനാണ് തിരുത്താറുള്ളത്. അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ പഠിപ്പിക്കുന്ന സമയത്ത് പോലും നല്ല രീതിയിൽ സ്നേഹത്തോടുകൂടി സമയത്ത് സ്കൂളിലും വരില്ല, ഹോംവർക്കും ചെയ്യില്ല. നീയൊക്കെ എന്തിനാണ് കെട്ടി ഒരുങ്ങി ഇങ്ങോട്ട് വരുന്നത്? രണ്ട് അധ്യാപകർ അവിടെ ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കണക്കിലേക്ക് ഒരു ഇഷ്ടം തോന്നാനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ്. പൊതുവാൾ മാഷ് സമ്മാനിച്ച കണ്ണീരാണ് എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളുടെ മാറ്റുകൂട്ടിയതെന്ന് കരുതാനാണ് എനിക്കിഷ്ടം. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പഠനം അത്യാവശ്യമാണ്. പഠിക്കുന്നത് ജോലി കിട്ടാനെന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല, അറിവ് ലഭിക്കാൻ വേണ്ടിയാണ്. ഞാൻ MBA ചെയ്യണം എന്നാണ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ. ശരിക്കും സിവിൽ സർവീസ് ആണ് ലക്ഷ്യം. ഒരു IPS എന്ന് പറയുന്ന അതിനോട്, ആ യൂണിഫോമിനോട് വലിയൊരു ബഹുമാനം. അതിപ്പോൾ ആർമിയിലും ഉണ്ട്, കാരണം ആർമി നഴ്സിംഗ് ആണെങ്കിൽ പോലും അങ്ങനെ ആ ഒരു യൂണിഫോമിനോട് വലിയ ബഹുമാനമുണ്ട്. ആര്യ എന്ന നഗരം മാതാവ് പറഞ്ഞ കള്ളം ഇൻവെർട്ടർ കൊച്ചു കള്ളം ഞാൻ പൊളിക്കട്ടെ. അവരുടെ മാർക്കുകൾ സർവകലാശാലയിൽ പരിശോധിച്ചപ്പോഴാണ് മാത്തസിന് 0 മാർക്കാണ്. സെക്കൻഡ് സെമിസ്റ്ററിൽ മലയാള ഗദ്യ സാഹിത്യത്തിന് 7 മാർക്കാണ്. My aim is to bring up all people to together. നഴ്സറി പഠിക്കുന്ന കുട്ടികൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അവിടെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ് അഹങ്കാരത്തിന്റെ ആൾരൂപമാണ് ആര്യ രാജേന്ദ്രൻ. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലേ മോനെ.